വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിന്റെ 4ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് അല്ലെങ്കിൽ ഗുണന സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. അതിന്റെ 2 പാർട്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ. അത് കണ്ടതിന് ശേഷമേ നിങ്ങൾ ഇത് കയറി കാണാവൂ. അതായത് നമ്മൾ പേജ് നമ്പർ 65 ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിലെ അതായത് ഇപ്പം നിങ്ങൾ 4ാമത്തെ ചാപ്റ്ററല്ലേ പഠിക്കുന്നത്. ഈ 4 ചാപ്റ്ററിലേക്കും ഏറ്റവും എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ഏതെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ കേട്ടോ. കാരണം എന്താണെന്നറിയോ, എളുപ്പമാണ്. നിങ്ങൾ എൻ്റെ ഓരോ പാർട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എളുപ്പ രീതിയിലൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓണം എക്സാം ആണ് കുഞ്ഞുങ്ങളെ കേട്ടോ. നല്ലതുപോലെ പഠിച്ച് പരീക്ഷ എഴുതണം കേട്ടോ. കണക്കൊരിക്കലും നോക്കി പഠിക്കരുത്, ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കണക്ക് നോക്കി പഠിക്കല്ലേ, നോക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം. ഇത് ഇങ്ങോട്ടെടുത്ത് വെക്കും, അത് അങ്ങോട്ടെടുത്ത് വെക്കും കേട്ടോ. പക്ഷേ കണക്ക് ചെയ്ത് തന്നെ പഠിക്കണം. ഏത് വിഷയമായാലും എഴുതി തന്നെ പഠിക്കണം കേട്ടോ, പ്രത്യേകിച്ച് മാത്സ്. അപ്പോൾ ഇനി നമ്മൾ പേജ് നമ്പർ 65 സ്പെഷ്യൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ക്രിയാവിശേഷങ്ങൾ എന്ന് പറയുന്ന പാർട്ടാണ് ഇനിയും പറയാൻ പോകുന്നത്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റാണ്. അതായത് വാട്ട് വി റൈറ്റ് as algebraic identities are general principles on numbers and their operations. Using them we can prove some other general result also. അതായത് ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഈ സംഖ്യാശ്രേണി ഉണ്ടല്ലോ നിങ്ങളെ, നമ്മുടെ സംഖ്യകളുടെ ശ്രേണികൾ, അത് പൊതുവായ ചില തത്വങ്ങളാണല്ലോ സർവ്വസമവാക്യങ്ങളായിട്ട് അല്ലെ ബീജഗണിത രൂപത്തിൽ നമ്മൾ എഴുതുന്നത് അല്ലേ. നമ്മൾ ഇതുവരെ പഠിച്ച രീതി വെച്ച് ബീജഗണിത രൂപം അല്ലെ ആൾജിബ്ര വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണത് നമുക്കറിയത്തില്ലേ. അപ്പം ഇത് ഉപയോഗിച്ചിട്ട് മറ്റു ചില പൊതുതത്വങ്ങൾ തെളിയിക്കാം. നമുക്ക് ഇതുവരെ ചെയ്ത രീതി അല്ലാതെ വേറെ രീതിയിലൊക്കെ നമുക്ക് എങ്ങനെ ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? നമ്മൾ ഇനി പുതിയ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ വി ക്യാൻ സീ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പർ ഈസ്, നോക്കണേ നിങ്ങളെ, ദ പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പർ ഈസ് ഓഡ് ബൈ ഇൻസ്പെക്ടിങ് some pair of odd numbers. How do we actually prove this for any 2 odd numbers? എന്ന് വെച്ചാൽ നമ്മൾ 2 ഒറ്റ സംഖ്യ, ഓഡ് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്, ഒറ്റ സംഖ്യ, 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലവും ഒറ്റ സംഖ്യ തന്നെയാണ് എന്നാ പറയുന്നത്. നമുക്കിപ്പോൾ എഴുതി ചെയ്യാം, പേടിക്കണ്ട. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് ഒറ്റ സംഖ്യ തന്നെയാണെന്ന് പറയുന്നു. ചില ഒറ്റ സംഖ്യ ജോഡികൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുക, നമുക്കല്ലേ കാണാം. ഇത് 2 സംഖ്യകളുടെയും ശരിയാണെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് പ്രൂവ് ചെയ്ത് ഹൗ ഡു വി ആക്ച്വലി പ്രൂവ് ദീസ് ഫോർ എനി 2 ഓഡ് നമ്പർ വല്ലോ. മനസ്സിലായോ? അതായത് നമ്മൾ 7ാം ക്ലാസ്സിൽ ഇത് പഠിച്ചതറിഞ്ഞില്ല കേട്ടോ. നമുക്കപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളോട് ചോദിച്ചാൽ എന്താ ഓഡ് നമ്പർ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ആദ്യമേ അതറിയാം. ഓഡ് നമ്പർ എല്ലാം അറിയാവുന്ന കുട്ടികൾക്ക് ഇതൊക്കെ കേൾക്കുമ്പം ഓഡ് നമ്പർ ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതല്ലേ. പക്ഷേ അറിയാൻ വയ്യാത്തവരും കാണും കുഞ്ഞുങ്ങളെ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓഡ് നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, ഒറ്റ സംഖ്യകൾ എന്നാണ് കേട്ടോ. ഒറ്റ സംഖ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒറ്റ സംഖ്യകൾക്കാണ് ഈ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ എന്ന് വെച്ചാൽ 1, 3, 5, 7, 9, 11 ഇങ്ങനെ പോകുന്നതിനെയാണ് ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ആ സംശയം മാറിയോ? ചോദ്യത്തിൽ നമ്മുടെ ഒറ്റ സംഖ്യ എന്ന് കേൾക്കുമ്പോഴത്തെ മനസ്സിലായോ നിങ്ങളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഇനി നമ്മളോട് പറഞ്ഞെന്തറിയോ, ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പർ ഈസ് ഓഡ്. നമുക്ക് ഈ തന്നിരിക്കുന്ന ഓഡ് നമ്പറിലെ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ചെയ്യുക അല്ലെ ഗുണിക്കുക എന്നാ. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുണിക്കുക എന്നാ. ഈ തന്നിരിക്കുന്ന ഓഡ് നമ്പറിൽ ഏതെങ്കിലും 2 എണ്ണം നിങ്ങളെടുത്തൊന്ന് ഗുണിച്ച് നോക്കിയേ നിങ്ങളെ. ഉദാഹരണത്തിന് നോക്കിയേ, 1 × 3 നോക്കിക്കേ, 3 അല്ലേ. അടുത്ത എഴുതിക്കേ 3 × 5 നോക്കിയേ, 3 × 5 15 അല്ലേ. ഏതെങ്കിലും 2 ഓഡ് നമ്പറുകൾ എടുത്ത് നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കിയാലും നമുക്ക് എന്താ കിട്ടുന്നത്, അവിടെ ഓഡ് നമ്പർ തന്നെയല്ലേ, അല്ലയോ കുഞ്ഞുങ്ങളെ. അതുപോലെ തന്നെ എന്താ, പിന്നെ 5 × 7 7 5 35 ഓഡ് നമ്പർ അല്ലേ. അതുപോലെ 9 × 11 11 99 അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവൻ നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി അങ്ങ് പറയുവാണെങ്കിൽ കേട്ടോ, ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ, ഓഡ് നമ്പർ ഇവൻ നമ്പർ. ഓഡ് നമ്പറിൻ്റെ മലയാളമാണ് ഒറ്റ സംഖ്യകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ 2 ആയിരിക്കും കേട്ടോ. ഇതിനിടയിലുള്ള വ്യത്യാസം അല്ലെ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, 2 ആയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇവിടെ പറയേണ്ട കാര്യം ഇല്ലെങ്കിൽ തന്നെ ഞാൻ പറയാം, ഇവൻ നമ്പർ എന്ന് വെച്ചാൽ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ ഇവൻ നമ്പർ എന്ന് വെച്ചാൽ ഇരട്ട സംഖ്യകൾ
ഇരട്ട സംഖ്യ എന്ന് വെക്കുമ്പോൾ നമ്മൾ വിചാരിക്കും 2 സംഖ്യകളെയാണോ ഇരട്ട സംഖ്യ എന്ന് പറയുന്നത്. അല്ല, ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 4, 6, 8, 10 ഇങ്ങനെ പോകുന്നതാണ് ഈവൻ നമ്പർ. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് നോക്കിയേ, ഇവർ തങ്ങളുള്ള ഇടയിലുള്ള ഡിഫറൻസും എത്ര വരുന്നത്? 2 വരുന്നത്. മനസ്സിലാക്കിയോ? ഒറ്റ സംഖ്യ അല്ല ഓഡ് നമ്പർ എന്ന് വെച്ചാൽ 1, 3, 5, 7 അവർ തങ്ങളുള്ള ഡിഫറൻസ് 2 വരുന്നത്. ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരട്ട സംഖ്യ, അവയുടെ ഇടയിലുള്ള ഡിഫറൻസ് ഇതൊന്ന് ബേസ് കാണിക്കുന്നേ ഉള്ളൂ. നമ്മൾ കണക്കിലോട്ട് കയറുക 2 ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി നമ്മളോട് ചോദിച്ചത് ഒറ്റ സംഖ്യകൾ തങ്ങളിൽ ഒന്ന് ഗുണിച്ചു നോക്കൂ, അല്ലെ പ്രൊഡക്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് എന്താ ഒറ്റ സംഖ്യകൾ തന്നെയല്ലേ കിട്ടുന്നതെന്ന്, അല്ലേ? ആണോ കുഞ്ഞുങ്ങളെ? അതെ, ഒറ്റ സംഖ്യയിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ സംഖ്യകൾ തങ്ങളിൽ മീൻസ് ഓഡ് നമ്പറുകൾ തങ്ങളിൽ ഉള്ള പ്രോഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് നമ്പറുകൾ തന്നെയാണെന്ന് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനൊരു ജനറൽ ഫോം വെച്ച് ചെയ്യണം എന്നാണ് നമ്മളോട് പറഞ്ഞത്. എന്താ നിങ്ങളെ ഇതിനൊരു ജനറൽ, ഇപ്പം നമ്മളോട് ആദ്യമേ പറഞ്ഞില്ലേ നിങ്ങൾ എന്താ ആൾജിബ്രിക് ഐഡൻറ്റിറ്റി വെച്ച് നിങ്ങൾ ചെയ്യൂ എന്ന് നമ്മളോട് ആദ്യം. ഇനി നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന്. അപ്പം നമ്മൾ എങ്ങനെയാണെന്നറിയോ? ഇപ്പം ഓഡ് നമ്പർ അല്ലേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഓഡ് നമ്പറിന് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ. ഈ ഓഡ് നമ്പറിന് ഒരു ജനറൽ ഫോം ഉണ്ട് കേട്ടോ. ഓഡ് നമ്പറിനൊരു ജനറൽ ഫോം ഉണ്ടെങ്കിൽ ഈവൻ നമ്പറിന് ഒരു ജനറൽ ഫോം കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആ ഈവൻ നമ്പറിൻ്റെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഈവൻ നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഠിച്ചിട്ട് നമുക്കത് പഠിക്കാം. ഈവൻ നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈവൻ നമ്പർ എത്രൻ്റെ ഡിഫറൻസ് ആവും നിങ്ങളിവിടെ? എത്രൻ്റെയാ? 2ൻ്റെ അല്ലേ കേട്ടോ. അപ്പം എത്ര? ഇപ്പം 1, 2, 2, 2, 2, 4, 3, 2, 6, 4, 2, 8, 5, 2, 5, 2 എന്ന് പറയത്തില്ലേ? അപ്പോൾ ഇവിടെ എല്ലാം എന്തിൻ്റെ വ്യത്യാസമാണ്? 2ൻ്റെ. ഇനി എത്രാമത്തെയാണെന്നുള്ളതിനെ നമ്മൾ n എന്ന് പറയുന്നു. അപ്പോൾ ഈവൻ നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2n ആണ്. പഠിച്ചു വെച്ചേക്കണേ കേട്ടോ. ഇത് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. എൻ്റെ ക്ലാസ് നേരത്തെ 7ൻ്റെ ക്ലാസ് കണ്ടവർക്കറിയാം കേട്ടോ. ഈവൻ നമ്പറിൻ്റെ ജനറൽ ഫോം എന്ന് വെച്ചാൽ 2n ആണ്. നമ്മൾ കുറേ കണക്ക് ചെയ്തതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ചോദിച്ചത് ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്താണ്? അതായത് നമ്മൾ പറയുക ഈവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2, 4, 6, 8 ഇതല്ലേ ഈവൻ നമ്പർ അല്ലേ? ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഒന്നും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താവും നോക്കിയേ? 3 ആയില്ലേ? 4ൻ്റെ കൂടെ ഒന്നുകൂടെ കൊടുത്തേ എന്തോ ആയി? 5 ആയില്ലേ? 6ൻ്റെ കൂടെ ഒന്നുകൂടെ കൊടുത്തേ എന്തോ ആയി? 7 ആയില്ലേ? 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൊടുത്തേ 9 ആയില്ലേ? അപ്പോൾ ഇവിടെ എന്തോ ആയി നോക്കിയേ? ഓഡ് നമ്പർ നോക്കിയേ. ഈവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോൾ എന്ത് വന്നു? ഓഡ് നമ്പർ വന്നില്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയേ? നമ്മൾ പറഞ്ഞായിരുന്നു ഈവൻ നമ്പറിന് 2n ആണ്. ആ 2nൻ്റെ കൂടെ എന്തുകൂടെ ചേർത്താൽ മതി? 1 കൂടെ ചേർത്താൽ മതി കുഞ്ഞുങ്ങളെ കേട്ടോ. ഇപ്പോൾ പിടികിട്ടിയോ? ഈ n എന്ന് പറയുന്നത് എത്രാമത്തെയാണെന്ന് അറിയാൻ വേണ്ടിയാ കേട്ടോ. ഇപ്പോൾ n എന്ന് പറയുന്നത് അത് 1 ആവാം, 2 ആവാം, 3 ആകാം കേട്ടോ. എത്ര വേണമെങ്കിലും ആവാം. എന്ന് വെച്ചാൽ എത്രാമത്തെയാന്ന്. ഇപ്പോൾ 5 × 2 ഇപ്പോൾ 1, 2, 3, 4 മനസ്സിലായോ? 4. അപ്പോൾ 2 × 4 എത്ര? 8. കണ്ടാ കിട്ടിയില്ലേ? 8 മനസ്സിലായോ? അപ്പോൾ 2n എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 × n മനസ്സിലായോ? അപ്പം ഞാൻ 10 എന്നുള്ളത് ഞാൻ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 2 × ഇത് എത്രാമത്തെ? 1, 2, 3, 4, 5. അപ്പോൾ 2 × 5 10. എത്രാമത്തെയാണെന്ന് കാണിക്കാനാണ് നമ്മൾ n എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് എത്രാമത്തെയാണ്? ഇപ്പോൾ 10. ഇപ്പോൾ 2 × n 10ാമത്തത് അല്ലേ? ആ 10ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ എന്താണ്? അടുത്ത ഓഡ് നമ്പർ കിട്ടും എന്നാണ് കേട്ടോ. 2n + 1. ഇപ്പോൾ പിടികിട്ടിയോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇതാണ് നമ്മുടെ ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം. നമ്മുടെ ടെസ്റ്റിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുവാന്നേ 2 ഓഡ് നമ്പർ. ഇതിപ്പോൾ ഒരു ഓഡ് നമ്പറേ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ ഇല്ലയോ? ഒരു ഓഡ് നമ്പർ വന്നു കഴിഞ്ഞാൽ അതായത് ഈവൻ നമ്പറിൻ്റെ കൂടെ നോക്കിയോ നിങ്ങൾ, ഈവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ ഈവൻ നമ്പറിൻ്റെ ഫോർമുല 2n ആണ് അല്ലേ? ആ 2nൻ്റെ കൂടെ ഒന്നുകൂടി ഞാനിവിടെ എല്ലാ എക്സാമ്പിൾ ഉൾപ്പെടെ കാണിക്കുന്നുണ്ട്. ഒന്നുകൂടി കൂട്ടിയപ്പോഴാണ് എന്ത് വന്നത്? ഓഡ് നമ്പർ വന്നത്. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളോട് അടുത്ത ഇത് ടെസ്റ്റിൽ പറഞ്ഞേക്കുന്ന വെച്ച് നമ്മൾ പറയാം. സോ വി ക്യാൻ ടേക്ക് 2 ഓഡ് നമ്പേഴ്സ് ജനറൽ ഫോം എങ്ങനെയാണെന്ന്. 2 നമ്പറുകളുടെ ജനറൽ ഫോം എങ്ങനെയാവും നിങ്ങളെ? 2 ഓഡ്
രണ്ട് ടു ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്താണ്? രണ്ട് ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം എങ്ങനെയാണ്? ഓൾറെഡി നമ്മൾ ഒരെണ്ണത്തിൻ്റെ ഇവിടെ എഴുതി വെച്ചു. എന്താ? 2n+1 ആണ്. ഒരെണ്ണത്തിൻ്റെ നമ്മൾ എഴുതി 2n+1 ആണെന്ന് നമ്മൾ എഴുതി. എന്തെങ്കിലും സംശയമുണ്ടോ? നമ്മളിതെങ്ങനെയാണ് വന്നതെന്ന്? ഓഡ് ഈവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോഴാണ് ഓഡ് നമ്പർ വന്നത്. ഇനി ഒരു ഓഡ് നമ്പർ കൂടെ തരാം. രണ്ട് ഓഡ് നമ്പർ എന്ന് പറഞ്ഞില്ലേ? ഈ ഒരെണ്ണവും കൂടെ താ എന്ന് പറയുമ്പോഴേ നമ്മൾ വീണ്ടും ഇത് തന്നെ ആണോ എഴുതുന്നത്? അല്ല. അതായത് ഈ നമ്പർ കേട്ടോ, ഈ നമ്പറിൻ്റെ അവിടെ വേറെ ഏതെങ്കിലും ഒരു പേര് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ടെസ്റ്റിൽ അത് പറഞ്ഞതുകൊണ്ട് എം എന്ന പേര് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതാണ് രണ്ട് ഓഡ് നമ്പറുകളുടെ ജനറൽ ഫോം. പിടികിട്ടുന്നുണ്ടോ? ഒരു ഓഡ് നമ്പറിൻ്റെ ആണെങ്കിൽ 2n+1. ഇനി രണ്ട് ഓഡ് നമ്പറിൻ്റെ ആണെങ്കിൽ 2n+1ഉം 2m+1. ഈ എം ഒക്കെ വന്നത് ഇത് മാറ്റി എന്ത് കൊടുത്താലും മതി. എന്ത് തന്നെ വേണമെന്നില്ല. വേരിയബിൾ കേട്ടോ, അതായത് ഇംഗ്ലീഷ് ആൽഫബറ്റ് ഏത് കൊടുത്താൽ ഇനി അതിന് എമ്മിന് കൊടുക്കണോ എം കൊടുക്കണോ എന്ന് വെച്ചാൽ രണ്ടും ഡിഫറൻ്റ് ആണ്. രണ്ടും ഒന്ന് എഴുതി വെക്കരുത്, രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ ആണോ? അപ്പം നമ്മൾ നേരത്തെ പഠിച്ച രീതി വെച്ച് നോക്കിയേ. ഇതൊരു ബ്രാക്കറ്റിനകത്ത് കിടക്കുക, ഇതൊരു ബ്രാക്കറ്റിൽ കിടക്കുക. രണ്ടുപേരും ബ്രാക്കറ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച രീതി വെച്ച് എങ്ങനെ എഴുതും? ഒന്നാമത്തെ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആള് അടുത്ത ആളിനെ പോയി കാണും അല്ലേ? ഓരോരുത്തരെയും പോയി കാണുന്ന രീതി ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആള് പോയി കണ്ടു, പിന്നെ ഇത് ഇങ്ങനെ കണ്ടു അല്ലേ? ഇങ്ങനെ നമ്മൾ റൂള് പഠിച്ചിട്ടില്ലേ? ഓക്കെ, നമുക്കതിവിടെ എഴുതി കാണിക്കാം. 2n പോയിട്ട് 2m കണ്ടു. പോകുമ്പോൾ എന്ത് കൊണ്ടുപോകണം? ഇൻറ്റു ആണ് കൊണ്ടുപോകേണ്ടത്. ചില കുട്ടികൾ അവിടെ പ്ലസ് എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. പേപ്പറിനകത്ത് നമ്മളത് കാണുന്നതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കാരണം ഇല്ല പെട്ടെന്ന് എനിക്കിത് അറിയാമെന്നും പറഞ്ഞ് ചാടി കയറി ചെയ്യുമ്പോഴേ പ്ലസ് ഇൻറ്റു കൂടെ തിരിഞ്ഞു പോകുന്നുണ്ട് കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ആലോചിച്ചിട്ട് വേണം. കാരണം ഇപ്പുറത്തെ വീട്ടിൽ നിന്നും നമ്മൾ അപ്പുറത്തെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ഇൻറ്റു ആണ് കൊണ്ടുപോകേണ്ടത്. കഴിഞ്ഞല്ലോ. പുള്ളിക്കാരൻ അവിടെ പോയി കണ്ടു. പിന്നെ പ്ലസ് കേട്ടോ, പ്ലസ്. ഇനി ആ ആള് ചെന്നിട്ട് അപ്പുറത്തുള്ള ആളിനെയും കണ്ടു. അതായത് 2n ചെന്നിട്ട് പോയപ്പോൾ ഇൻറ്റു ആണ് 1 കണ്ടു. അപ്പോൾ ആദ്യത്തെ ആൾ പോയിട്ട് രണ്ടുപേരെയും കണ്ടു. അയാളുടെ ജോലി കഴിഞ്ഞു. പ്ലസ്, ഇവിടെ എല്ലാം പ്ലസ് ആണ് നിങ്ങളെ. പ്ലസ് ഇനി അടുത്ത ആൾ, ആഹാ നീ പോയിട്ട് രണ്ടുപേരെയും കണ്ടോ, എന്നിട്ട് എന്നെ എന്താ വിളിക്കാതെ പോയത്? അല്ലെങ്കിൽ നീ എവിടെ പോയാലും എന്താ എന്നെ കൊണ്ടുപോകത്തില്ല? നീ പോയെങ്കിൽ ഞാനും പോവും അല്ലേ? ഞാനും പോവും. അടുത്ത ആൾ ഇറങ്ങി. ഒന്ന് പോയിട്ട് അടുത്ത ആളാരാ ഇവിടെ? ഒന്ന് പോയിട്ട് ആദ്യത്തെ ആളിനെ കണ്ടു. പോകുമ്പോൾ ഇൻറ്റു കൊണ്ടുപോകണം. 1 × 2m. ഒന്ന് പോയിട്ട് ഇവിടെ ആരോ ആയിക്കോട്ടെ കുഞ്ഞുങ്ങൾ, ഇവിടെയൊക്കെ ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ആളുടെ പേരും പോകുമ്പോൾ എന്ത് കൊണ്ടുപോകുന്നു, അത് കഴിഞ്ഞ് പ്ലസ് കേട്ടോ, പ്ലസ്. ഇനി ഒന്ന് പോയിട്ട് 2m കണ്ടു, പിന്നെ അടുത്ത ആളിനെ കാണണ്ടേ? ഒന്ന് പോയിട്ട് 1 കണ്ടു. ഇത് പോയി എല്ലാവരും ഓരോരുത്തരെയും പോയി കണ്ടു. ഇനി നമ്മുടെ ജോലി എന്താ? ഇൻറ്റുവിനെ എല്ലാം പറക്കി എഴുതിക്കോണം കേട്ടോ. നോക്കിക്കേ, 2n × 2m. 2n × 2m എന്താ? 2 × 2 എത്ര നിങ്ങളെ? 4. നമ്മൾ പിന്നെ നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റ് പറയുമ്പം എം കഴിഞ്ഞിട്ടാണോ എൻ കഴിഞ്ഞിട്ടാണോ എം? അതുകൊണ്ട് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തെന്നേ ഉള്ളൂ. NM എന്ന് എഴുതിയാലും ശരിയാ, MN എന്ന് എഴുതിയാലും ശരിയാ കേട്ടോ. കാരണം എം കഴിഞ്ഞിട്ടല്ലേ കുഞ്ഞുങ്ങളെ MNO എന്നല്ലേ, OPQ എന്നല്ലേ. അപ്പം നമ്മൾ MN എന്ന് എഴുതിയാലും ശരിയാ, NM എന്ന് എഴുതിയാലും ശരിയാ കേട്ടോ. അപ്പോൾ ഒരു ഓർഡർ ആയതുകൊണ്ട് MN എന്ന് എഴുതുക. ആ ഡൗട്ട് മാറിയോ? അത് നീ ചിലപ്പോൾ ചോദിക്കുമേ ഇതല്ലേ വരേണ്ടത്? അങ്ങനെയൊന്നുമില്ല, എങ്ങനെ എഴുതിയാലും ശരിയാ. പ്ലസ് 2n × 1. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാലും ആ സംഖ്യ തന്നെയാണ്. പ്ലസ് 1 × 2m. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഇൻറ്റു ചെയ്താലും ആ സംഖ്യ തന്നെയാണ് m. പ്ലസ് 1 × 1 1. നോക്കിയേ, 4mn + 2n + 2m + 1. മനസ്സിലായോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഇനി നോക്കുഞ്ഞല്ലോ, ഇവിടെ 4 2 2 1 ഇങ്ങനെ വന്നേക്കുന്നത്. 4 2 2 1. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ 4-നകത്തും 2 ഉണ്ട് അല്ലേ? ഇതിനകത്തും 2 ഉണ്ട്, ഇതിനകത്തും 2 ഉണ്ട്, ഇതിനകത്തും 2 ഉണ്ട് അല്ലേ? 4-നകത്ത് എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 2-നെ നമ്മളിങ്ങനെ വെളിയിലിട്ടു. 4-നകത്ത് എത്ര 2 ഉണ്ട് നിങ്ങളെ? 2 2 ഉണ്ട്. അപ്പം ആ 2-നെ വെളിയിലിട്ടിട്ട് 2mn, അതായത് 2 × 2 ആണ് ഈ 4m കേട്ടോ. അതെങ്ങനെയാണ് വന്നതിന് സംശയമുണ്ടോ? ഈ 4-നകത്ത് 2 × 2 ആണ് 4. ഓക്കെ ആണല്ലോ. പ്ലസ് 2n-നകത്തിൽ എത്ര 2 ഉണ്ട്?
ഒരു 2. അപ്പം നമ്മളത് എഴുതേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? 1 × 2 അല്ലേ 2 അല്ലേ? ഇതിനകത്തൊക്കെ എത്ര 2 വരുമെന്നാ? 4-നകത്തിൽ 2 2 കേട്ടോ. അപ്പോൾ ആ ഒരു 2 നമ്മൾ വെളിയിലിട്ടു, ബാക്കി അകത്ത്. ഇനി നമ്മൾ ബ്രാക്കറ്റിൽ കയറി കേട്ടോ, ബ്രാക്കറ്റ്. ഇനി 2n-നകത്ത് എന്ന് വെച്ചാൽ ഇതിനെ എത്ര വെട്ടം ഉണ്ടെന്നുള്ള 2 ഇതിനകത്തിൽ എത്ര വെട്ടമുണ്ട്, അതായത് ഈ മെയിൻ വന്ന 2-നെ എടുത്ത് വെളിയിലിട്ടു. കാരണം 2-ൻ്റെ ടേബിളല്ലേ ഇവിടെ നമ്മൾ എടുത്തത്. അപ്പോൾ 2-നെ വെളിയിൽ വെച്ചു. അപ്പോൾ ഈ 2 ഇങ്ങി പോന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരേ ഉള്ളൂ? n പ്ലസ് ഈ 2 ഇങ്ങി പോന്നു കഴിഞ്ഞാൽ അവിടെ m കണ്ടോ, അത് കഴിഞ്ഞു. പ്ലസ് ഇവിടെ ആരുണ്ട്? ഒരു 1 ഉണ്ട്. ഇതാണ് സംഭവം. മനസ്സിലായോ? ഇത്രയും ചെയ്യാനാണ് നമ്മൾ ചെയ്തത്. അതായത് ഇതെന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഓഡ് നമ്പറിൻ്റെ ജനറൽ ഫോം എന്തുവാന്ന് നമ്മളോട് ഇവിടെ മേളി കൊടുത്തിട്ടുണ്ട്. 2n + 1 ആണ്. നമുക്ക് കിട്ടിയ ആൻസർ നോക്കിയോ നിങ്ങൾ? 2 ഉണ്ട്. ഈ n എന്ന് പറയുന്നത് ഇതിനെ മൊത്തത്തിലാണ് നമ്മൾ ഈ n എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് പറയുന്നു? n എന്ന സംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോൾ 2n, പിന്നെ ഇവിടെ ആരുണ്ട്? +1 കണ്ടോ. 2n + 1 എന്ന ജനറൽ ഫോമിലോട്ട് നമുക്കതിനെ ചെയ്യാൻ പറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് അടുത്ത കണക്കിലോട്ട് കയറാം. അതായത് നല്ലപോലെ മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ, ഇത് ഓഡ് നമ്പറുടെ ജനറൽ ഫോം. ആദ്യമേ ഇവൻ നമ്പർ 2n ആണ്. ആ 2n-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയപ്പോഴാണ്, അതായത് ഇവൻ നമ്പറിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഓഡ് നമ്പർ വരുന്നത്. അപ്പം നമ്മൾ 2n + 1 എഴുതിയേ. ഇനി ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഓഡ് നമ്പർ എടുക്കാൻ പറഞ്ഞത് കൊണ്ടാണ് നമ്മളിതിനെ 2 പേരിട്ട് എഴുതിയത്. അപ്പോൾ ഇത് 2 എണ്ണം വന്നു കഴിയുമ്പോൾ എങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നു എന്നുള്ളതാണ്. ജനറൽ ഫോം വരുമ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ആണല്ലോ. നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. ഒരെണ്ണം കൊണ്ട് നമ്മൾ ഇത്രയും സമയം ഇരുന്നാൽ നമ്മളിത് എപ്പോൾ തീരുമല്ലേ? ഇല്ലയോ? അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിലേ അവരടുത്ത തൊട്ട് താഴെ അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1? നോക്കണമില്ലേ? അടുത്ത ജോലി നമുക്ക് വരുന്നുണ്ട്. റിമൈൻഡർ 1 ഓൺ ഡിവിസിബിൾ ബൈ 3. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? 3 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യ ഏത്? ടെസ്റ്റിലെ നമ്മൾ, കാരണം നമ്മൾ ഈ ജനറൽ ഫോം ആൾജിബ്രിക് ഐഡൻറ്റിറ്റീസിലോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ കുറേ ചെയ്തതാണ് അല്ലേ? ഇത് എങ്ങനെ കിട്ടുന്നു, ഈ ഐഡൻറ്റിറ്റി എങ്ങനെ കിട്ടുന്നു എന്നറിയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇപ്പം നമ്മളോട് ചോദിച്ചത് ജനറൽ ഫോം, അതായത് 3 കൊണ്ട് നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരണമെന്ന്. ചോദ്യം മനസ്സിലാക്കണം. 3 കൊണ്ട്, 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-ൻ്റെ ടേബിൾ ഏതാവും നിങ്ങളെ? 3 6 9 അല്ലേ? ഒരു 3 3 2 3 6 3 3 9 4 3 12 5 3 15. ഇതല്ലേ 3-ൻ്റെ ടേബിൾ അല്ലേ? ഇത് ഈ 3-ൻ്റെ 3-നെ എന്തുവാ ചെയ്യുക? 3 കൊണ്ട് ഹരിച്ചാൽ, അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 0 അല്ലേ വരുന്നത്? 3-ൻ്റെ ടേബിൾ ആയതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 0 വരുന്നത്. പക്ഷേ ശിഷ്ടം 1 വരണം. അപ്പം നമുക്ക് എന്താ ചെയ്താൽ മതി കുഞ്ഞുങ്ങളെ? ഇതിൻ്റെയൊക്കെ കൂടെ ഓരോന്നും കൂടെ അങ്ങ് കൂട്ടിയാൽ പോരായോ? ഇല്ലയോ? ചിരിയിലും തലയ്ക്കകത്ത് ആൾതാമസം ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഒന്നുകൂടെ കൂട്ടുമ്പോൾ എന്താ? ഇപ്പോൾ 3-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 4, 6-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 7, 9-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പോൾ 10, 12-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം 13, 15-ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുമ്പം 16. ഇങ്ങനെ പോകത്തില്ലേ? ഉദാഹരണം നോക്കിയേ. നമ്മൾ 4-നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു 3 3, ശിഷ്ടം 1. കണ്ടോ? നമ്മളോട് ചോദിച്ചത് ശിഷ്ടം 1 കേട്ടോ. 3 കൊണ്ട് ഹരിച്ചാൽ കേട്ടോ, ഡിവിഷൻ 3 അല്ലേ? റിമൈൻഡർ എത്ര വരണം? 1 വരണം. റിമൈൻഡർ അല്ലേ ശിഷ്ടം 1 വരണം. വന്നല്ലോ ഇല്ലയോ? വരുന്ന സംഖ്യ മനസ്സിലാക്കണേ. 3 കൊണ്ട് ഹരിച്ചാൽ മിച്ചം അല്ലെങ്കിൽ ശിഷ്ടം 1 വരുന്ന സംഖ്യ. അതുപോലെ തന്നെ നോക്കിയേ 7 അല്ലേ? തൊട്ടടുത്ത സംഖ്യയായ 7-നെ 3 കൊണ്ട് ചെയ്തേ. നോക്കിയേ 2 3 6, ശിഷ്ടം 1 വന്നല്ലോ. അടുത്ത് നോക്കിയേ 16. 16-നെ നമ്മൾ എത്ര ഇടാ? 3 കൊണ്ട്. എത്ര? പിന്നെ 5 3 15, ശിഷ്ടം 1. കണ്ടോ? അതായത് നമ്മൾ നമ്മുടെ 3-യുടെ ടേബിളിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് ഈ പറയുന്നത് കേട്ടോ. 1 കൂട്ടിയപ്പോൾ കിട്ടിയ സംഖ്യയാണിത്. അപ്പോൾ അത് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എല്ലാം ഈ തന്നിരിക്കുന്ന സംഖ്യയെല്ലാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 1 വരും. കേട്ടല്ലോ? ഇനി അവർ ചോദിച്ചു എന്താണെന്നറിയോ? സച്ച് നമ്പർ ആർ ഗോട്ട് ബൈ ആഡിങ് 1 to a multiple of 3, റൈറ്റ്? ദീസ് തോട്ട് ലീഡ് ടു ദെയർ ജനറൽ ഫോം. ഇനി അതുപോലെ പറയുന്നുണ്ടോ നിങ്ങൾ? എന്താണെന്നറിയോ? പിന്നെ
അതായത് അടുത്ത അതിനകത്ത് പറയുന്നത് ഇപ്പം നമ്മൾ മൂന്നിൻ്റെ ടേബിൾ നമ്മൾ ഇപ്പം ഈ എടുത്ത സംഖ്യയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ശിഷ്ടം വന്നു ആണല്ലോ, സംശയമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കിട്ടിയ സംഖ്യകൾ തങ്ങളിൽ ഇപ്പം നമ്മൾ ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് ഈ കിട്ടിയ സംഖ്യകൾ തങ്ങളിൽ അവ തമ്മിൽ ഒന്ന് മൾട്ടിപ്പിൾ ചെയ്യാൻ 3ൻ്റെ ടേബിൾ നമ്മൾ ആദ്യമേ എഴുതി. അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ കണ്ടോ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെയാണ് എഴുതിയത്. ഒന്ന് കൂട്ടിയപ്പോൾ ഈ കിട്ടിയ സംഖ്യയെല്ലാം നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ശിഷ്ടം 1 കിട്ടിയത്. സംശയമില്ലേ? ഇനി നമുക്ക് ആ കിട്ടിയ സംഖ്യ നോക്കി നിങ്ങൾ ഇവിടെ 4 × 7 7 4 എത്ര 28. 28നെ നിങ്ങൾ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 9 3 27. ശിഷ്ടം എത്ര 1. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അടുത്ത് നോക്കി ഏതെങ്കിലും ഇഷ്ടമുള്ള നിങ്ങൾക്ക് കൊടുത്തോ. ഇപ്പം 10 × 16 എത്ര 160. 160നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. 3 കൊണ്ട് 5 3 15. പിന്നെയും 10 3 3 9. നോക്കിയേ ശിഷ്ടം 1 കണ്ടോ. ഇവ തങ്ങളിൽ ഇൻഡ്യൂ ചെയ്താലും നമുക്ക് എന്താ ശിഷ്ടം 1 വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നമ്മൾ ടേബിളിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ നമുക്കിത് കിട്ടി ആണല്ലോ. അതായത് ആ കൂട്ടിയിട്ട് നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴെല്ലാം നമുക്ക് 1 കിട്ടി. അതുപോലെ ഈ കിട്ടിയ ആൻസറുകൾ തങ്ങളിൽ നോക്കിയേ, ആ കിട്ടിയത് തങ്ങളിൽ ചെയ്തപ്പോഴും എന്താ വന്നത് നമുക്ക് ശിഷ്ടം 1 വന്നത്. ഇനി ഇതിനൊരു ജനറൽ ഫോം ഉണ്ട് കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മളിത് ഇത്രയും ചെയ്തത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എങ്ങനെ പഠിക്കുക എങ്ങനെയാണെന്ന് കേട്ടോ. ഇത് എളുപ്പവഴി ഞാൻ പറഞ്ഞത് കൊണ്ടാണ്. അതായത് 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പം റിമൈൻഡർ 1 വന്നു അല്ലേ. റിമൈൻഡർ 1 വന്നു. ഈ വരുന്ന 2 സംഖ്യകൾ തങ്ങളിൽ റിമൈൻഡർ 1 വന്ന സംഖ്യകളാണല്ലോ ഇതെല്ലാം. ഈ 2 സംഖ്യകൾ തങ്ങളിൽ ഇൻഡ്യൂ ചെയ്തപ്പോഴും എന്താണ് അല്ല ഈ 2 സംഖ്യകൾ തങ്ങളിൽ നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോഴും നമുക്ക് എത്ര റിമൈൻഡർ 1 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 1 വരുന്ന സംഖ്യകളുടെ ഒരു ജനറൽ ഫോം ഉണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. പഠിച്ചു വെച്ചോണേ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ അതായത് ജനറൽ ഫോം 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കേട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഹരിച്ചപ്പോൾ എന്താ ശിഷ്ടം കേട്ടോ. ഇതൊന്നും അറിയാൻ വേണ്ടിയാ. ശിഷ്ടം 1 വരുന്ന 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 1 വരുന്ന ജനറൽ ഫോം. ഇത് ടെസ്റ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഷോർട്ട് അടിക്കുന്നത് കേട്ടോ. ജനറൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ 3n + 1 ഇപ്പം എങ്ങനെ ഇരിക്കുന്നു അല്ലേ? വല്ലോ മനസ്സിലായോ? അതായത് നമ്മൾ ആദ്യം പഠിച്ചത് 2 അല്ലേ ഇവൻ നമ്പറിൻ്റെ വരുമ്പം 2n പഠിച്ച് വെച്ചേക്കണേ. ഇവൻ നമ്പർ 2n. ഇനി ഓഡ് നമ്പറിൻ്റെ ആണെങ്കിൽ 2n + 1 കണ്ടോ. ഇനി 3 നോക്കിയേ 3 ഡിവൈഡ് ചെയ്യുമ്പം ശിഷ്ടം 1 വരണമെങ്കിൽ എങ്ങനെ എഴുതും 3n + 1. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അങ്ങനെയാണെങ്കിൽ ശിഷ്ടം 2 ആണെങ്കിലോ 3 ഇപ്പം 4 ഡിവൈഡ് ചെയ്യുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 2 കണ്ടോ. ഇങ്ങനെ എഴുതിയാൽ മതി. ശിഷ്ടം 2 ശിഷ്ടം ഇവിടെ. ഇപ്പോൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 ഡിവൈഡ് ചെയ്തു. 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 1 വന്നു. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും 3n + 1. ഞാൻ പറയാം 8 ഡിവൈഡ് ശിഷ്ടം 2 എന്ന് ചുമ്മാന്നല്ല അങ്ങനെ വരികയാണെങ്കിൽ 8 ഡിവൈഡ് ചെയ്തു എന്തിനാ അത്ര ശിഷ്ടം എന്ത് വന്നു? ഇപ്പം ഞാൻ പറയാം 3 വന്നു. അപ്പം ശിഷ്ടം എത്രയാണെന്ന് വെച്ചാൽ അത് പ്ലസ് ഇട്ട് കൊടുക്കുക. ബാക്കി ഇങ്ങനെ എഴുതുക. ഇപ്പം നമ്മളോട് ചോദിച്ചാൽ 3 ഡിവൈഡ് ശിഷ്ടം 1 അല്ലേ. അപ്പം നമുക്ക് ഈ ജനറൽ ഫോം എടുക്കുക. അപ്പം ഇവൻ നമ്പർ ആണെങ്കിൽ 2n, ഓഡ് നമ്പർ ആണെങ്കിൽ 2n + 1, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 ആണെങ്കിൽ 3n + 1. മനസ്സിലായെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ അവർ ചോദിക്കുകയാണേ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പറഞ്ഞായിരുന്നല്ലോ ഏതാ ഓഡ് നമ്പറിൻ്റെ നമ്മൾ 2n + 1 ആണെങ്കിൽ 2 ഓഡ് നമ്പറുകൾ വെച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ അവർ ഇവിടെയും ചോദിക്കുക. എന്ത് ചോദിച്ചു? ഇവിടെ 3 കൊണ്ട് 2 ഓഡ് നമ്പറുകൾ വന്നു കഴിഞ്ഞാൽ 2 സംഖ്യ അതായത് ഏതൊക്കെ സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്താ നിങ്ങൾ അവിടെ എഴുതേണ്ടത് നമ്മുടെ ടെസ്റ്റിലുണ്ട് കേട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കേട്ടോ 2 സംഖ്യ വെച്ച് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓർക്കണം കേട്ടോ. 2 സംഖ്യ വെച്ച് മുമ്പ് നമ്മൾ 2ൻ്റെ ചെയ്തില്ലേ അതുപോലെ. അതായത് ഫസ്റ്റ് നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും 3n + 1 ആണ്
അല്ലേ? മുമ്പലത്തെ മനസ്സിലായവർക്ക് ഇനി അറിയാം. ഇനി ഈ സംഖ്യ തന്നെ നമ്മൾ എടുക്കുമോ? മുമ്പ് പറഞ്ഞതാ, ഇത് തന്നെ നമ്മൾ എടുക്കുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് പേര് കൊടുക്കും? 3m+1 എന്നുള്ള പേര് കൊടുക്കും. മുമ്പ് നമ്മളെന്താ 2n+1ഉം 2m+1ഉം ആയിരുന്നു. അപ്പോൾ ഇതെന്താ 3n+1ഉം 3m+1ഉം അല്ലേ? ഫസ്റ്റ് പോയിട്ട് ഫസ്റ്റിനെ കണ്ടു, ഇത്രയേ ഉള്ളൂ. ഏത് ചോദിച്ചാലും ഇതങ്ങ് എഴുതിയാൽ മതി. 3n പോയി 3mനെ കണ്ടു, പ്ലസ് 3n പോയിട്ട് ആരെ കണ്ടു? 1നെ കണ്ടു, പ്ലസ്. അപ്പോൾ അയാൾ പോയിട്ട് 2 പേരെയും കണ്ടു. അടുത്ത ആൾ 1 പോയിട്ട് 3mനെ കണ്ടു, പ്ലസ് 1 പോയിട്ട് 1നെ കണ്ടു. നമ്മളിത് കുറേ പറഞ്ഞത് കൊണ്ട് ഇനി എപ്പോഴും പറയണ്ടല്ലോ. ഓക്കെ, മുമ്പ് നമ്മൾ പറഞ്ഞ രീതി വെച്ചിട്ട് എന്താ n വന്നത് നമുക്ക് ഇഷ്ടമുള്ള രീതി എഴുതാം. 3 × 3 9 mn എന്ന് കൊടുക്കാം. എങ്ങനെ കൊടുത്താലും കുഴപ്പമില്ലെന്ന് പറഞ്ഞേ കേട്ടോ. പ്ലസ് 3n × 1, മുമ്പ് നമ്മൾ പറഞ്ഞു ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചാലും ആ സംഖ്യ തന്നെയാണ്. പ്ലസ് 1 × 3m 3m ആണ്, പ്ലസ് 1 × 1 1 ആണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ 3n ഇവിടെ നോക്കിക്കേ. മുമ്പ് നമ്മൾ 2ൻ്റെ ചെയ്തപ്പം 2 എവിടെയൊക്കെ വരുന്നുണ്ടോ അതിനെ ഇനി വെളിയിലെടുത്തായിരുന്നു അല്ലേ? ഇവിടെ നോക്കിയേ 3 ആണ്. നോക്കിയേ ഈ 3 3 9 ഇതെല്ലാം 3യുടെ ടേബിളിൽ വരും. ഇത് 3യുടെ ടേബിളിൽ വരും, ഇതും 3യുടെ ടേബിളിൽ വരും, ഇതും 3യുടെ ടേബിളിൽ വരും. 3യുടെ ടേബിളിൽ വരും, കണ്ടോ? 3യുടെ ടേബിളിൽ വരും. 9 എത്ര? 3 9 അപ്പം 3mn പ്ലസ് ഇവിടെ 3 ഇങ്ങി പോന്നേ, കാരണം ഒരു വെട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ n പ്ലസ് 3 ഇങ്ങി പോന്നേ, അപ്പോൾ ബാക്കി m ഉള്ളു അവിടെ, കണ്ടോ? ഇനി പ്ലസ് 1, കണ്ടോ? മനസ്സിലായോ? ഇനി നമ്മുടെ ഐഡൻറ്റിറ്റിയിലോട്ട് വന്നോ നോക്കിയേ, നമ്മുടെ ജനറൽ ഫോമിലോട്ട് വന്നോ നോക്കിയോ നിങ്ങളെ. 3 നമ്മുടെ ജനറൽ ഫോം എന്ത് വരുന്നത്? 3n+1 അല്ലേ നമ്മുടെ ജനറൽ ഫോം. ഇവിടെ നോക്കിയേ 3, ഇതിൻ്റെ അർത്ഥം എന്താ? ഇൻറ്റു എന്ന് ഓർത്തായത് കേട്ടോ. 3 ഇതൊക്കെ n ആണ്, ഇത് ഇത്ര n ആണ് കേട്ടോ. n+1 കണ്ടോ? നമ്മുടെ ജനറൽ ഫോമിലോട്ട് വന്നല്ലോ. 3n+1 എന്ന ജനറൽ ഫോമിലോട്ട് വന്നില്ലയോ? മനസ്സിലാക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ, മനസ്സിലാക്കി തന്നെ പോണേ. നോക്കിയോ കുഞ്ഞുങ്ങളെ, പേജ് നമ്പർ 66 ഞാൻ അത് രണ്ടും മനസ്സിലാക്കി തന്നത് ഓർത്തോണേ കുഞ്ഞുങ്ങളെ, നല്ലപോലെ മനസ്സിലാക്കണേ. അത് അറിയാവുന്നവർക്ക് എളുപ്പമോ. അതായത് ഇവൻ നമ്പർ ഓർത്തോണേ. ഇവൻ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇരട്ട സംഖ്യകളാണെങ്കിൽ ഇവൻ നമ്പറുകൾ എന്ന് വെച്ചാൽ 2n ചെയ്യുക കേട്ടോ. ഇനി ഓഡ് നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ മതി. എങ്ങനെ എഴുതും? 2n+1 ആണ് നമ്മൾ ചെയ്തു കേട്ടോ. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ശിഷ്ടം 1 വരികയാണെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം റിമൈൻഡർ 1 വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? 3n+1 ആണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരവും ചെയ്തത്. ഇതറിയാവുന്നവർക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. എന്തുവാ നമ്മളില്ല പഠിച്ചില്ലേ കുഞ്ഞല്ലേ? x+y-യും അല്ലേ x-y ഒക്കെ വരുമ്പോൾ ആദ്യം ഇതിനെ പോയി കാണും, അതിനായി ഇത്രയും കിടന്ന് ഞാൻ പുഞ്ച എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? തമ്പുരാനറിയാം ഇല്ലയോ? ഇതിലൊന്നും താഴോട്ട് ഇനി ഈ കണക്കിനെയൊന്നും വിടാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഏറ്റവും താഴെ ലെവലിലോട്ടാണ് നമ്മളിപ്പോൾ ഈ കണക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ കണക്കൂടെ ചെയ്തിട്ട് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നോക്കിയേ നിങ്ങളെ പേജ് നമ്പർ 66 ഫോർ എനി 4 കോൺസിക് ഞാൻ ഓരോന്നും പറയുമ്പോൾ ഓഡ് നമ്പർ എന്താ ഇവൻ ഓരോന്നും പറയുമ്പോൾ അത് നിങ്ങളെ മനസ്സിലാക്കിച്ചിട്ടാണ് കണക്കിലോട്ട് കയറുന്നത്. അപ്പോൾ ഇവിടെ ഫോർ എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ the difference between the product of the two numbers at the end and the two numbers in the middle is 2. അടുത്തടുത്ത ഏത് 4 എണ്ണൽ സംഖ്യ എടുത്താലും എണ്ണൽ സംഖ്യ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യ എന്തു ഈ എണ്ണൽ സംഖ്യ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 അല്ലേ? ഇതിനൊക്കെ ആരും ഈ പേരിട്ടതല്ലേ? 1 2 3 4 5 6 എന്ന് പറയുന്നതിനെയാണ് നിങ്ങളെ കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത്. ഈ അടുത്തടുത്ത എന്ന് വെച്ചാൽ 1 2 3 4 അല്ലെ 10 11 12 13 അല്ലെങ്കിൽ 8 9 10 അടുത്തടുത്ത 4 എണ്ണം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കേട്ടോ. 100 101 102 103 1000 1001 1002 ഏതെടുത്തോ, ഏത് വേണമെങ്കിലും അടുത്തടുത്തതായിരിക്കണം കേട്ടോ. അടുത്തടുത്ത ഏത് 4 എണ്ണൽ സംഖ്യ എടുത്താലും അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനഫലവും നടുക്കുള്ള സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള വ്യത്യാസം 2 ആണ്. പ്രൂവ് ചെയ്തേ, നമ്മളോട് ചോദിക്കുക. പ്രൂവ് ചെയ്തേ, പിന്നെന്താ നമ്മളോടാ അല്ലേ? നോക്കൂ നിങ്ങളെ ചെറുത് തൊട്ട് തുടങ്ങാം. ഓക്കെ, 1 2 3 4
എണ്ണൽ സംഖ്യയാണ് കുഞ്ഞുങ്ങളെ. കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത 4 സംഖ്യ. നോക്കി കുഞ്ഞുങ്ങളെ, ഈ അറ്റത്തുള്ള 2 ഇവിടെ ആരൊക്കെ അറ്റത്ത്? ഇവർ രണ്ടും അല്ലേ അറ്റത്ത് കിടക്കുന്നത് അല്ലേ? അവ രണ്ടും അല്ലേ അറ്റ. അപ്പം നോക്കിയേ 1 × 4 അവ തങ്ങളിൽ എന്തോ ചെയ്യാനാ? ഗുണനഫലം. പ്രൊഡക്റ്റാണ് ഗുണനഫലം. എന്താണെന്ന് നോക്കിയേ 1 × 4 4. ഇടയിലുള്ള 2 നോക്കിയേ 2 × 3 2 × 3 2 × 3 6. ഇവ തങ്ങളിലുള്ള ഡിഫറൻസ് 2 നോക്കി 2 ഇങ്ങനെ ഇരിക്കും. നമുക്ക് അടുത്ത ചെയ്യാം. നോക്കി ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നോക്കൂ കുഞ്ഞുങ്ങളെ. ഇനി അത് തന്നെ വേണമെന്നില്ല. ഇപ്പം പിന്നെ 10 11 12 13 നോക്കിയേ 10 × 13 10 × 13 130. 13ൻ്റെ കൂടി 0 ഇട്ട് കൊടുത്താൽ മതി. 11 × 12 11 × 12 എങ്ങനെയാ? 12ഉം 11ഉം 1 2 2 1 1 1 2 2 കാണാൻ പറ്റുന്നുണ്ടേ. 1 1 2 2 1 3 1 2 2 1 1 1 2 2 1 1 2 2 1 3 1 132 132. ഇപ്പോൾ തങ്ങളിലുള്ള വ്യത്യാസം 132 130 പോയാൽ 2. കണ്ടോ? ഇനി ഒരുപാട് ചെയ്യേണ്ടല്ലോ, സംഭവം പിടികിട്ടില്ല. നമ്മൾ അടുത്തടുത്തുള്ള ഏത് സംഖ്യ വേണമെങ്കിലും എടുത്തോ, ചെറുതോ വലുതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സംഖ്യ വേണമെങ്കിലും എടുക്കൂ കുഞ്ഞുങ്ങളെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ടു ലാസ്റ്റ്, ആദ്യത്തെയും അവസാനത്തെയും കൂടെ ഇൻറ്റു ചെയ്യുക. അപ്പം നമുക്കൊരു സംഖ്യ കിട്ടും. നടുക്ക് കിടക്കുന്ന 2 സംഖ്യകൾ കൂടെ കിട്ടും. അപ്പോൾ ഒരു ആൻസർ കിട്ടും. ഇത് രണ്ടും കൂടെ ഒന്ന് കുറയ്ക്കാൻ എന്ന് വെച്ചാൽ വ്യത്യാസം മീൻസ് ഡിഫറൻസ് ചെയ്യുമ്പം ആൻസർ 2 വരുന്നതെന്ന് കണ്ടോ. ഇനി ഇത്രയും ചെയ്താൽ മതിയോ? നമ്മളത് പ്രൂവ് ചെയ്ത് കാണിക്കണം കേട്ടോ. നമ്മളുടെ ഈ കണക്കിൻ്റെ പ്രത്യേകത എല്ലാം ജനറൽ ഫോമിലോട്ട് മാറ്റുക. അതുകൊണ്ട് ഇതാണ് ഇവൻ നമ്പർ വന്നപ്പോൾ ഈ ജനറൽ ഫോമിലോട്ട് മാറ്റി, ഓഡ് നമ്പർ വന്നപ്പോൾ ഈ ഫോമിലോട്ട് മാറ്റി, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ശിഷ്ടം 1 വന്നപ്പോൾ ഈ ഫോമിലോട്ട് മാറ്റി. ഇനി അടുത്ത നോക്കിയേ, നമ്മൾ ഈ ചെയ്ത രീതി ഏതാ? അടുത്തടുത്ത മീൻസ് 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പറാണ്. അതിൻ്റെ ഡിഫറൻസ് നമ്മൾ എങ്ങനെയൊക്കെ ചെയ്താലും 2 വരുമെന്ന്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ആ ജനറൽ ഫോമിലോട്ട് മാറ്റണം. അപ്പം നമ്മൾ പറയാം ഇവിടെ നോക്കണം, ഇനി മനസ്സിലാക്കി പോണേ. അടുത്തടുത്ത സംഖ്യയെ നമ്മൾ എങ്ങനെ ജനറൽ ഫോമിലോട്ട് എഴുതും? ചത്ത് ഖതം. നോക്കി ഇത്രയേ ഉള്ളൂ ഇല്ല. അതെ അറിയാൻ വയ്യ ഏതൊക്കെ സംഖ്യ, ഏതോ ഒരു സംഖ്യ എക്സ് എന്ന് കൊടുത്തു, ഏതേലും ആയിക്കോട്ടെ എക്സ് എന്ന് പേര് കൊടുത്തു. ആ എക്സിൻ്റെ കൂടെ അടുത്തതാകുമ്പോൾ എന്ത് പേര് കൊടുക്കും? x+1. അതിൻ്റെ തൊട്ടടുത്ത സംഖ്യ അല്ലേ? അതിൻ്റെ കൂടെ വീണ്ടും എന്താ? 2 കൂട്ടിയപ്പോൾ അടുത്ത സംഖ്യ, അതിൻ്റെ കൂടെ അടുത്ത സംഖ്യ 3 കൊടുത്തപ്പോൾ അടുത്ത സംഖ്യ അല്ലേ? നമുക്ക് 4 എണ്ണം മതി. 4 എണ്ണം ആയല്ലോ. 1 2 3 4. പിടികിട്ടിയോ? സംഖ്യ ഏത് വേണമെങ്കിലും കൊടുക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നതേ നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തു. തൊട്ടടുത്തടുത്തതാണേ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ 1 2 3 4 എണ്ണം ചോദിച്ചുകൊണ്ട് നമ്മൾ 1 2 3 4 എണ്ണം ചെയ്തു. എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് ടു ലാസ്റ്റ് ആരാ? എക്സ് ഇൻറ്റു x+3. എക്സ് പോയിട്ട് x+3 കാണാൻ പ്രൊഡക്റ്റാണ്. ഇൻറ്റു പ്രൊഡക്റ്റ് നോക്കിയോ നിങ്ങളെ. എക്സ് ഇൻറ്റു എക്സ് എപ്പോഴും ഓർത്തോണം. എക്സ് ഇൻറ്റു എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? x² എന്ന് വേണം എഴുതാൻ. അങ്ങനെയാണെങ്കിൽ x+x ആണെങ്കിൽ എന്തെഴുതും? 2x. ഇത് മിക്കവാറും കുട്ടികൾക്ക് തിരിഞ്ഞു പോകുന്നത് കേട്ടോ. ഇതൊന്ന് പഠിച്ച് വെച്ചേക്കണേ കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് ആണെങ്കിൽ x²ഉം x+x ആണെങ്കിൽ 2x കേട്ടോ. ഇവിടെ നമ്മളോടൊക്കെ ഇൻറ്റു ആണ്. അപ്പോൾ x ഇൻറ്റു എക്സ് എന്താണ്? x² ആണ് കേട്ടോ. എക്സ് ഇൻറ്റു എക്സ് x² ആണ്. അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി സംശയം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ഇൻറ്റു എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് മാറി കിട്ടും. അതായത് നമ്മൾ ഈ ബ്രാക്കറ്റിൽ കയറി ശീലം ഉണ്ടല്ലോ. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്നല്ലേ ഇങ്ങനെ ചെയ്യാമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് തെറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് x², എക്സ് ഇൻറ്റു 3 3x. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് തങ്ങളിൽ ചെയ്തപ്പോൾ കിട്ടിയത്. സംശയമില്ലേ? ഇനി നോക്കിയേ, മിഡിലിൽ കിടക്കുന്ന 2 എണ്ണം x+1ഉം പിന്നെ x+2 ആണ് ഇടയിൽ കിടക്കുന്നത്. അപ്പോൾ നോക്കിയാൽ അത് രണ്ടും ബ്രാക്കറ്റിലാണ്. എക്സ് പോയിട്ട് എക്സിനെ കണ്ടു. എന്താ? എക്സ് പോയിട്ട് എക്സിനെ കണ്ടപ്പോൾ x² അല്ലേ? എക്സ് പോയിട്ട് എക്സിനെ കണ്ടപ്പോൾ x². എക്സ് പോയിട്ട് 2നെ കണ്ടപ്പം എന്താ? 2x. മനസ്സിലാക്കണേ. എക്സ് പോയിട്ട് എക്സിനെ കണ്ട 2x ഇൻറ്റു ആണ്.
എക്സ് പോയിട്ട് 2നെ കണ്ട 2x. ഇനി അടുത്ത 1 പോയിട്ട് എക്സിനെ കണ്ടു 1x പ്ലസ് 1 പോയിട്ട് 2നെ കണ്ടു അപ്പം 2 1 ഇൻറ്റു 2. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് 1 ഇൻറ്റു 2 2. കണ്ടോ? അപ്പോൾ എക്സ് സ്ക്വയറിനെ അതുപോലെ എഴുതുക. പ്ലസ് 2x പ്ലസ് എക്സ് 3x പ്ലസ് 2. അപ്പോൾ അതും കിട്ടി. നമുക്ക് ആദ്യത്തെ രണ്ടെണ്ണം തങ്ങളിൽ ഇൻറ്റു ചെയ്തപ്പോൾ കിട്ടി, നടുക്കലത്തെ രണ്ടെണ്ണോടെ ചെയ്തപ്പോൾ കിട്ടി. ഇനി തങ്ങളിലുള്ള ഡിഫറൻസ് നോക്കിക്കേ. ഡിഫറൻസ് നോക്കൂ നിങ്ങളിവിടെ. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2. ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക. എക്സ് സ്ക്വയർ അതിൻ്റേതായ താഴെ എഴുതാവൂ കേട്ടോ. ഇപ്പം ഏതൊക്കെയാണ് വരുന്നത് വെച്ചാൽ അതിൻ്റെ തന്നെ താഴെ എഴുതി വെക്കണം, അല്ലാതെ എവിടെയെങ്കിലും എഴുതി വെക്കല്ലേ. 3x. ഓക്കെ, കുറയ്ക്കാനാണേ, ഡിഫറൻസ് ആണേ. അപ്പോൾ നോക്കിയേ, എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പോയി പോട്ടെ, 3xൽ നിന്ന് 3x പോയി പോട്ടെ, ബാക്കി അവിടെ ആരേ ഉള്ളു അവിടെ +2. അപ്പോൾ എങ്ങനെ ഇരിക്കും? നമ്മളാ പറഞ്ഞ രീതി തന്നെ വന്നില്ലേ? ഏതാ നമ്മളത് മുമ്പ് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞേ? വല്ലതും പറഞ്ഞായിരുന്നു? പറഞ്ഞായിരുന്നു. എന്താ? അടുത്തടുത്തുള്ള ഏത് 4 എണ്ണൽ സംഖ്യകൾ എടുത്താലും അതിൻ്റെ അറ്റത്തുള്ള സംഖ്യകളുടെ ഗുണനഫലം, അറ്റത്തെന്ന് വെച്ചാൽ അതുകൊണ്ട് ഇത് തങ്ങളി, അറ്റങ്ങൾ തങ്ങളിൽ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നതും നടുവിൽ കിടക്കുന്ന രണ്ടെണ്ണം തങ്ങളിൽ ചെയ്യുമ്പോൾ കിട്ടുന്നതും തങ്ങളുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറയ്ക്കുമ്പോൾ 2 കിട്ടുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത എക്സസൈസ് അടുത്തത് ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ലെങ്തായി, മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഞാനത് ഒരെണ്ണേ പഠിപ്പിക്കുന്നുള്ളൂ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. നല്ലപോലെ പഠിച്ച് നമുക്ക് ഓണപ്പരീക്ഷയ്ക്ക് മാർക്കൊക്കെ വേണം കേട്ടോ. നല്ല മാർക്ക് വേണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.